പാവപ്പെട്ട ജീവനക്കാരും മാത്രമാണ് ഇവരുടെ ശത്രുക്കള്. നമുക്ക് ഒന്നും തരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ MLA പറഞ്ഞത്, ഇന്ന് രാവിലെ മനോരമ പത്രത്തിലൊക്കെ ഏറ്റവും വലിയ ന്യൂസാണ് ടോള് കൊടുക്കേണ്ട ടോൾ പിരിവ് 30 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ടോൾ അടക്കണം എന്നുള്ളതാണ് പുതിയ നിയമം. പുതിയ നിയമനിർമ്മാണത്തിനാണ് മന്ത്രിസഭ രൂപം കൊടുക്കുന്നത്. അതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരെയും പെടലേക്ക് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരു വാഹനം വാങ്ങുമ്പോഴേ നമ്മൾ എല്ലാ പൈസയും കൊടുക്കുക. നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും പൈസ കൊടുത്തിട്ടാണ് വാഹനം വാങ്ങുന്നത്. അതുകൊണ്ട് അതിന്റെ പകുതി കിഫ്ബിക്ക് കൊടുക്കുന്നുണ്ട്. കിഫ്ബിന്റെ എഞ്ചിനീയർ ആണ് ഇവിടെ ഇരിക്കുന്നത്. കിഫ്ബിക്ക് കൊടുക്കുക. നമ്മുടെ റോഡ് ടാക്സ്, അതേ രീതിയിൽ പിന്നെ ഇന്ധന നികുതി, ഇതെല്ലാം നമ്മളിങ്ങനെ കൊടുക്കുക. അത് ചെറുതൊന്നുമല്ല, അത്രയും വലിയ ഭീമമായ തുകയാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ എടുത്തിട്ട് ചെലവാക്കുന്നത് കിഫ്ബിക്കാണ് പോകുന്നത്. അതിന്റെ ഇത്ര ശതമാനം, പകുതിയിലധികം ശതമാനം കിഫ്ബിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിലൂടെ നമ്മൾ 30 കിലോമീറ്ററില്, ഇത് ശരിക്കും മനുഷ്യാവകാശ ലംഘനത്തിലേക്ക് നിൽക്കുകയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കിഫ്ബിന്റെ എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് നമ്മുടെ സ്കൂൾ